നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവർക്കെതിരെ കർശന നടപടി. പ്രതിയെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. ദുബായിൽ വിവിധ സ്ഥലങ്ങളിൽ അമിത വേഗത്തിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ യുവാവ് ബൈക്കുകൾ ഓടിക്കുന്നതായി കാണുന്ന 2 വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ദുബായ് പോലീസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ മാനേജർ ജനറൽ സെയ്ഫ് മാഹിർ അൽ മസ്റൂയി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിവരങ്ങൾ വിശദീകരിച്ചു. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചാണ് ഇയാളെ കണ്ടെത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങൾ കൂടെ പ്രചരിപ്പിച്ച ആദ്യ ക്ലിപ്പിൽ മണിക്കൂറിൽ 300 കിലോമീറ്ററിൽ കൂടുതൽ അപകടകരമാകുന്ന രീതിയിൽ അയാൾ വാഹനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നതായി വ്യക്തമാകുന്നുണ്ട്. രണ്ടാമത്തെ ക്ലിപ്പിലും തിരക്കേറിയ റോഡിൽ മണിക്കൂറിൽ 304 കിലോമീറ്റർ വേഗതയിൽ വലിയ വാഹനങ്ങൾക്കിടയിലൂടെ ബൈക്ക് ഓടിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. എന്നാൽ ബൈക്കിന്റെ സ്പീഡോമീറ്റർ ഉൾപ്പെടെ മുൻവശം മാത്രം കാണുന്ന രീതിയിലായിരുന്നു ഓരോ വീഡിയോയും പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഡ്രൈവറെ കുറിച്ച് സൂചനകളൊന്നും ലഭ്യമായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഡ്രൈവർ തന്റെ ഐഡന്റിറ്റി മറച്ചുവെക്കാൻ ശ്രമിച്ചിരുന്നത് എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്നാൽ ഏറ്റവും പുതിയ സ്മാർട്ട് സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടെ തന്നെ പോലീസ് വിദഗ്ധമായി ഈ പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ മികച്ച പ്രവർത്തനമാണ് പോലീസ് കാഴ്ചവെച്ചതെന്നതാണ് മേജർ ജനറൽ അൽ മസ്റൂയി വ്യക്തമാക്കുന്നത്. നിയമ നടപടികൾക്കായി ഡ്രൈവറെ ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്തിട്ടുണ്ടെന്നും മോട്ടോർ സൈക്കിൾ കെട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വാഹനം കണ്ടുകെട്ടുന്നതിനായി ബന്ധപ്പെട്ട 2023 ഡിഗ്രി നമ്പർ 30 പ്രകാരം പിഴ ചുമത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് പിടിച്ചെടുത്ത വാഹനം തിരികെ വിട്ടുകിട്ടുന്നതിന് 50,000-ഓളം ദിർഹം റിലീഫ് ഫീസായി നൽകേണ്ടി വരുമെന്നാണ് അറിയിക്കുന്നത്. അശ്രദ്ധമായ ഡ്രൈവിംഗും മോട്ടോർ സൈക്കിൾ സ്റ്റണ്ടുകളും പൊതുസുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മുന്നറിയിപ്പ് നൽകി. ഈ പെരുമാറ്റം ഡ്രൈവർമാരെയും കാൽനട യാത്രക്കാരെയും അപകടത്തിലാക്കുന്നുവെന്ന സ്ഥിതിവിവര കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം നിയമലംഘനക്കാരിൽ കുറഞ്ഞത് 80% ഗുരുതരമായ ഗതാഗത അപകടങ്ങളിൽ ഉൾപ്പെട്ടവയാണ് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് നിരവധി മരണങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. എല്ലാ റോഡ് ഉപഭോക്താക്കളുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്തരം ലംഘനങ്ങൾക്കെതിരെ കർശനമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നതെന്നും ഇവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മേജർ ജനറൽ അൽ മസ്റൂയി പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകി. അതേസമയം ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടെയായി ഇത് കണക്കാക്കണമെന്നതാണ് പൊതുജനങ്ങളും പറയുന്നത്.